മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ യേശുവിൻ്റെ ദിവ്യ കരുണയിലേക്ക് സമർപ്പിക്കുകയാണ്. വലിയ കൃപ പെയ്തിറങ്ങിയ ദിവസമായിരുന്നു അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുന്നത്. സ്വഭാവങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റ രീതികളൊക്കെ ഹൃദയത്തിൽ നിന്നാണ് രൂപമെടുക്കുന്നത്. ഇപ്പോൾ ഈശോ നമ്മെ വന്ന് കെട്ടിപ്പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടാകും. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് നമ്മുടെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയവും തമ്മിലൊക്കെ താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടാകും. ഇതാ ഇന്ന് കർത്താവ് തരുന്ന വചനം സുഭാഷിത പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവന്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. നമ്മുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ ജീവിതവും നിർമ്മലമാണ്. നമ്മുടെ ഹൃദയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. അവർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. അച്ഛൻ അക്കമിട്ടൊന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിക്കണം. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത 1, അത് സ്നേഹിക്കുന്ന ഹൃദയമാണ്. 2, വിനീത ഹൃദയമാണ്. 3, ക്ഷമിക്കുന്ന ഹൃദയമാണ്. 4, സഹിക്കുന്ന ഹൃദയമാണ്. 5, തോറ്റുകൊടുക്കുന്ന ഹൃദയമാണ്. 6, കരുതുന്ന ഹൃദയമാണ്. 7, കരുണയുള്ള ഹൃദയമാണ്. 8, പങ്കുവെക്കുന്ന ഹൃദയമാണ്. 9, ആശ്വസിപ്പിക്കുന്ന ഹൃദയമാണ്. 10, പാപം മറയ്ക്കുന്ന ഹൃദയമാണ്. 11, എളിമയുള്ള ഹൃദയമാണ്. 12, പ്രാർത്ഥിക്കുന്ന ഹൃദയമാണ്. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദിവ്യ കരുണയുടെ തിരുനാളിൻ്റെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടെത്തിയ യേശുവിൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥനാപൂർവം അവതരിപ്പിച്ചതാണ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് സാമ്യപ്പെടുത്തുക, താരതമ്യപ്പെടുത്തുക, വിലയിരുത്തുക. ഹൃദയത്തിൽ യേശുവിനെ നാഥനും രക്ഷകനും രാജാവുമായി പൂജിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രയർ ലിങ്ക് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.